നമസ്കാരം. യൂറോപ്പ് മലയാളി ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിൽ നിന്നും മയക്കുമരുന്ന് മാഫിയയെ തുടച്ചു നീക്കാനായി സർക്കാർ പ്രഖ്യാപിച്ച തൂഫാൻ പദ്ധതി ഫലം കാണുമോ? മദ്യവർജനം നടപ്പാക്കാനെന്ന പേരിൽ മദ്യത്തിന്റെ നികുതി ഉയർത്തി കോടികൾ വരുമാനം കൊയ്യുന്ന ഗവൺമെന്റാണ് കേരളത്തിലേത്. വിദ്യാർത്ഥികളെയും കുറഞ്ഞ വരുമാനക്കാരെയും മയക്കുമരുന്നിലേക്ക് എത്തിക്കുന്നതിലെ പ്രധാന കാരണവും കേരളത്തിലെ മദ്യത്തിന്റെ ഉയർന്ന വിലയാണെന്ന് വിദഗ്ധരും സമ്മതിക്കുന്നു. ആദ്യം സിഗരറ്റ്, പിന്നെ മദ്യം, അതും കഴിഞ്ഞ് അനധികൃത മയക്കുമരുന്നുകൾ എന്ന നിലയിൽ വിദ്യാർത്ഥികളും യുവാക്കളും നേരിട്ട് MDMAയും മെത്തേഫെറ്റമിനും സൈക്യാട്രിക് മരുന്നുകളിലേക്കും ചെന്നെത്തുന്നതിന് പിന്നിൽ സംസ്ഥാനത്തെ ഉയർന്ന മദ്യവിലയ്ക്ക് സാരമായ പങ്കുണ്ട്. ഒരു കുപ്പി മദ്യത്തിൽ നിന്നും കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സമയം കിക്ക് കിട്ടാനും കുറഞ്ഞ ചെലവിൽ കാര്യം നടത്താനും വീട്ടുകാരും കൂട്ടുകാരും പോലും അറിയാതെ ഒളിപ്പിക്കാനും കഴിയുന്നു എന്നതാണ് ഇവരെ ഇതിലേക്ക് ആകർഷിക്കുന്നത്. ഗവൺമെന്റ് കാര്യമായി വരുമാനം നേടുന്ന മദ്യവിൽപ്പന മയക്കുമരുന്ന് ഉപയോഗത്തിലേക്ക് നയിക്കുന്നുവെന്നത് പരിശോധിക്കേണ്ട വിഷയമാണ്. പുറമേ കാണുന്ന പ്രശ്നങ്ങളെ തുടച്ചു നീക്കുക മാത്രമല്ല, പ്രശ്നത്തിന്റെ അടിവേരിളക്കിയെങ്കിൽ മാത്രമാണ് കേരളം നേരിടുന്ന ഈ വലിയ ദുരന്തത്തെ നമുക്ക് അതിജീവിക്കാൻ കഴിയൂ. അതല്ലെങ്കിൽ മുൻപ് പ്രഖ്യാപിച്ച പല മയക്കുമരുന്ന് നിർമ്മാർജ്ജന പദ്ധതികളും പോലെ തൂഫാനും വെറും തൂഫാനായി പോകും.